കുഞ്ഞു യാ ബാ ബാ ഇങ്ങോട്ട് വന്നേ. എത്ര കടി കിട്ടി എല്ലാം കൂടെ? ഇവിടെ വന്നേ, ബാ. അയ്യോ നാണിപ്പം മുറയ്ക്ക. അതിപ്പോ കൊറേ ആയി, കൈകളൊക്കെ മൊത്തം പാടാണ് ഇവിടെ എല്ലാം മൊത്തം പാടാ. ചെറവറ ബാ കിട്ടിയോ? എനിക്ക് എന്തോ എപ്പോഴും വരുന്നില്ല ആ ഇപ്പൊ മൊത്തത്തില് ദേഷ്യമാണോ അങ്ങ്? ഇപ്പൊ എണീപ്പിക്കുന്നതിനാ, വള്ളി പിടിച്ചേനാ. ബാ വള്ളി എണീക്ക്, ബാ. വള്ളി ചേച്ചി പിടിച്ച് പാപ്പ എടുത്തിട്ടുണ്ട്, ബാ. വള്ളി പിടിച്ചേ ഇങ്ങ് കൊണ്ടുപോരെ. അത് കാലി അപ്പുറം കടിക്കുമോ വശത്ത് അത്? കിടക്കാ, കുരുങ്ങി കിടക്കാ. ഇങ്ങോട്ട് പെട്ടെന്ന് ചാടി വരും. ആണോ? ഫുള്ള് കലിപ്പാണ് പോട്ടെ, ബാ. അപ്പം 24 hour കരിപ്പിലോട്ടും വന്നു അല്ലേ? ആ അമ്മയുടെ അടുത്ത് ഇല്ല, ഇത്ര ഉണ്ടോ? ഞാൻ എടുക്കാൻ ചെന്നാലേ ഉള്ളു വലിയ പ്രശ്നം. അമ്മ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഇത് കടിക്കാൻ വരല് മാത്രമല്ല കടിക്കുമുണ്ട് ഇപ്പൊ അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ തലയെ തടവാൻ ചെന്നാലും കടിക്കുവോ അവൻ? ആ അമ്മ ആ സമയത്ത് അങ്ങനെ ചെല്ലാറില്ല. ഞാൻ അവിടെ വീക്കായിട്ടുള്ള ആളിനെ കൊണ്ടിട്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്താലോ? എന്തുവാ അതിന്റെ ഒന്നുമില്ല കേട്ടോ. അമ്മ ഒന്ന് ചീകാൻ ചെന്ന് നോക്കേ. ഓ അത് പറ്റത്തില്ല, അത് പാടാ. അല്ല അയാൾ അവിടെ നിന്നോളുമല്ലോ, താഴെ ചാടത്തില്ലല്ലോ. അത് വിട്ടെ. അത് വിട്ടോ, ചാടത്തൊന്നുമില്ല. ചാടുന്നേ ചാടട്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുവായാലും കടി കിട്ടുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇത്രയും അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇത്രയും കടിയുടെ പ്രശ്നം ഉണ്ടെന്ന് ചെറിയ ബ്രീഡ്സിനെയാണ് എപ്പോഴും കുഞ്ഞിലെ ട്രെയിൻ ചെയ്യേണ്ടത്. അടുത്തോട്ട് ചീകാൻ ചെന്ന് നോക്കുക, റിയാക്ഷൻ എന്താന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറയുന്ന സൗണ്ട് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. ഏത് സ്റ്റേജ് വരെ പറ്റുന്നു എന്നുള്ളത് നോക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. ഓക്കെ ആ ബോട്ടില് ലെഫ്റ്റ് കയ്യിൽ ബോട്ടിൽ ഇടുക. ഇയാളുടെ കറക്ഷന് അത്യാവശ്യം നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് പറയാനായിട്ട് മടിയൊന്നുമില്ല. പണിഷ്മെന്റ് സിസ്റ്റത്തിനെ പൊതുവേ നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല. എന്നാലും ചില വളരെ റെയറായിട്ടുള്ള കേസുകളിൽ ഡോഗിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോകാറുണ്ട്. ഓരോ ഡോഗിനും ദേഷിക്കുന്നതിന് അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇൻസെക്യൂരിറ്റി ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ ഫിയർ ആയിരിക്കും. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഈ പപ്പി അത് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ വീട്ടിൻ്റെ അധികാരം പിടിച്ചെടുക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അധികാരം പിടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും ടോപ്പിലായിരിക്കണം, മറ്റുള്ളവർ അയാളുടെ അണ്ടറിൽ ജീവിക്കണം. അതായത് ഒരു അടിമത്തം പോലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇയാളുടെ പരിസരത്തൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ തന്നെ കടിക്കാൻ പോകുന്നേക്കാണ് ആദ്യമേ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഇവിടെ വീട്ടിലെ കാര്യം മാത്രമല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇഷ്യൂമാണ്. ഇയാളുടെ ചെവിയിൽ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഹെയർ കോംബ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലംസ് ആണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അതേപോലെ ഗ്രൂമിങ് സെൻറ്ററിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലായിടത്തും പ്രശ്നം തന്നെയാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടിക്കും. വേറെ വാണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. കടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഓണറിന് കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഇഷ്ടം പോലെ കടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു അധികാരം തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഫൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ ഫൈറ്റിൽ ഡോഗ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിന് അധികാരം കിട്ടും, നമ്മൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികാരം കിട്ടും. അപ്പം ഡോഗിനെ ഇപ്പോൾ അവൻ എങ്ങനെ ഇങ്ങോട്ട് ചലഞ്ച് ചെയ്യുന്നു അതേപോലെ തന്നെ തിരിച്ച് ചലഞ്ച് ചെയ്യുകയും ആ ചലഞ്ചിൽ വിജയിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇയാൾ സബ്മിറ്റ് ചെയ്ത് തരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡോഗ് എന്തുകൊണ്ടിട്ട് അഗ്രഷൻ കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു 1 hour അനലൈസ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് മീറ്റിങ്ങിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു കറക്ഷനിലോട്ട് പോയത്. നിലവിൽ നമ്മൾ അടിക്കാൻ നോക്കുന്നതല്ലേ ഈ കാണുന്നതെന്ന് പറയുന്നത്. ഇയാളുടെ ഈ ചീപ്പായിട്ട് ചെല്ലുമ്പോഴാണ് ഇവൻ അഗ്രസീവായിട്ട് ചാടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അഥവാ അഗ്രസീവായിട്ട് ചാടി കടിക്കുവാണെന്നുണ്ടെങ്കിൽ ആ കടിയെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ഒരു കവറിങ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതായത് കടിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടിട്ട് നമ്മൾ ഓരോരോ തവണയും പരിക്കേക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. സാധാരണ ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഗ്ലൗസ് പെട്ടെന്ന് കിട്ടാഞ്ഞത് കൊണ്ടിട്ട് ഗ്ലൗസ് ഉണ്ട്, ഗ്ലൗസ് അടുത്ത സ്റ്റേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടേക്കുന്നതേ ഉള്ളൂ. കടിക്കാനായിട്ട് അത് വെച്ച് കൊടുക്കുവാണ്. കടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ കടിച്ചോട്ടെ. ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ചീപ്പ് വെച്ചിട്ട് ടച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, ചെയ്യുക എന്നുള്ളതല്ല. ചീപ്പായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ കടിക്കാനായിട്ട് ചാടി വരുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഈ മുഖമൊക്കെ ഇങ്ങനെ ചരിച്ച് നമുക്കിത് താല്പര്യമില്ല എന്നുള്ള വിധത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും അഗ്രസീവ് തന്നെയാണ്, ഏത് മൊമെന്റിൽ വേണേലും കടിക്കാം. ഈ കടിയെന്ന് പറയുന്നത് ചില സമയത്ത് ഇയാൾ ഇങ്ങനെ ചാടി കടിക്കുന്നുണ്ട്. കടിക്കുമ്പോൾ ഈ ബോട്ടിലാണ് കടി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വലിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ വീണ്ടും ചെല്ലുന്നു എന്ന് കാണുമ്പോൾ ഇയാൾ പതുക്കെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതിനകത്തു നിന്ന് ഒഴിവായിട്ട് മാറും. അപ്പോഴും അനുവദിക്കുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. കടിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്നത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇയാൾ എല്ലാ സമയത്തും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ഡിഫെൻസീവായിട്ട് ഇങ്ങനെ മാറുന്നത് നമുക്കൊരു സ്പേസ് കിട്ടുവാണ് അവിടെ മുന്നോട്ട്
ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനും അയാളെ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കാനും ഒക്കെ. എന്നാലും എപ്പോഴും വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയിട്ട് കടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ കയ്യിലിട്ട ആ ബോട്ടിൽ മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് തടവാനായിട്ട് തുടങ്ങി. നമുക്ക് ടച്ച് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇയാൾ വലിയതായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒരു സ്റ്റേജിലെത്തി. അത്യാവശ്യം നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തടവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഓണറിനും ഒരു കോൺഫിഡൻസ് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കിട്ടി. കാരണം ഇയാൾ ഇത്രയും നേരം ആ ഒരു ബോഡി ടച്ച് അനുവദിക്കത്തില്ലായിരുന്നു. അത് ഏത് സാധനം വെച്ചിട്ടാണെങ്കിലും അനുവദിക്കത്തില്ലായിരുന്നു. ചീപ്പായിക്കോട്ടെ അല്ലെങ്കിൽ കൈ ആയിക്കോട്ടെ, ഏത് സാധനമാണെന്നുണ്ടെങ്കിലും ഡോഗ് റിയാക്ട് ചെയ്യുമായിരുന്നു. ഇത്രയും നേരം ഡോഗ് അത് അനുവദിച്ച് തന്നപ്പോഴത്തേന് ആ ഓണറിന് സ്വാഭാവികമായിട്ട് ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ഇത്രയും നേരം ആ ഒരു ചലഞ്ച് മോഡിൽ നിൽക്കുമായിരുന്നു. ഇപ്പം ഡോഗ് കുറച്ച് നേരം കാമാണ്. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പ്രോഗ്രസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമുക്ക് ഈ അടിപിടിക്കകത്തൊന്നും എല്ലാം ഒന്നും തീരത്തില്ല. അടിപിടി എന്ന് പറയുന്നത് പേടിച്ച് കുറച്ച് നേരം ഡോഗ് അനങ്ങാതിരിക്കും എന്നല്ലാതെ സന്തോഷത്തോടു കൂടി ഈ ഒരു കോമ്പിങ്ങിനും അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ അനുവദിച്ച് തരത്തില്ല. നമുക്ക് ട്രെയിനിങ് ഈ ഒരു മൊമെൻറ്റ് സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. ഈ ഡോഗ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊന്നും അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യനായിക്കോട്ടെ ഡോഗ് ആയിക്കോട്ടെ, ഒരു കാരണവശാലും ആ ഒരു ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആദ്യം ഒന്ന് എന്തെങ്കിലും ചെയ്തൊന്ന് കാമാക്കിയതിന് ശേഷം ട്രെയിനിങ് തുടങ്ങുക. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറുതായിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡോഗ് ഇത്രയും നേരം നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇയാളുടെ ഈ വീട്ടിൽ ഈ ലൈഫ് ടൈം. ഈ ഡോഗ് കിടക്കുന്നെന്ന് പറയുന്നത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അപ്പോൾ ഓണറിനും ആ സമയത്ത് ഉണ്ടായി കാണും. അത് ഇയാൾ സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകാറേ ഇല്ല. ബൈറ്റ് ചെയ്യുക ഈ ഒരു ടെൻഡൻസി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ എടുക്കേണ്ടതായിട്ട് വന്നത്. അല്ലാതെ കുറച്ച് നേരം ഒന്ന് ചലഞ്ച് ചെയ്യുന്നു, അതിനുശേഷം ഒന്ന് കാമാവുന്നു, അങ്ങനെയുള്ള ഡോഗിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് കൊടുത്തോ സ്നേഹിച്ചോ ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനൊരു മാർഗ്ഗമുണ്ട്. ഇയാൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് വില്ലിങ് അല്ലാത്തപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും അയാളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ശേഷം അയാളെ ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പതുക്കെ ബോഡി ടച്ച് ചെയ്യുക. ഇനി പതുക്കെ എന്താണ് ചെയ്യുന്നത്, ഈ ബോട്ടിലിന് പകരം നമുക്കിതൊരു ചീപ്പിലേക്ക് ചേഞ്ച് ചെയ്യണം. ചീപ്പ് വെച്ചിട്ട് വെറുതെ തടവുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. അതിനുശേഷം കൈവച്ചിട്ട് തടവുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. ചെവിയൊക്കെ ക്ലീൻ ചെയ്യുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. ഇതെല്ലാം എന്ന് പറയുന്നത് വലിയ ടാസ്ക്കായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഡോഗിനെ എൻ്റെ കയ്യിൽ തന്നേരെ, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ. നമുക്കതല്ല. ഒരു ഓണർ ഈ ഡോഗിനെ വളർത്തുന്നു, ആ ഡോഗുമായിട്ട് കുറേ ഇഷ്യൂസ് ഓണറിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഓണറും ഡോഗും തമ്മിൽ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതിനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ആ ഓണറിന് അതുകൊണ്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. എല്ലാ ഡോഗ് ഓണേഴ്സും ഡോഗിനെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. ഇവർ പല വിധത്തിൽ ഇതുമായിട്ട് എപ്പോഴൊക്കെയോ കണക്ഷൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും. നമുക്ക് ഇതിനെയൊക്കെ ഈ ചെറിയ പപ്പി ബ്രീഡുകളെ എല്ലാത്തിനെയും കുഞ്ഞിലേ തന്നെ ട്രെയിൻ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വലിയ ബ്രീഡ്സ് എന്ന് പറയുന്നത് അവർ അല്പം കൂടെ ഇവരെക്കാട്ടി കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അഗ്രഷനുള്ള ചാൻസ് അല്പം കുറവാണ് യഥാർത്ഥത്തിൽ. ചെറിയ ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ ഈ ടച്ച് അഗ്രഷൻ, ഗ്രൂമിങ് അഗ്രഷൻ, ഫുഡ് അഗ്രഷൻ, അതേപോലെ ജലസി, അസൂയ കാരണമുള്ള അഗ്രഷൻ, ഇതെല്ലാം നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിറ്റ്സ് പോലുള്ള ബ്രീഡ്സിനെയൊക്കെ നമ്മൾ നല്ലോണം ട്രെയിൻ ചെയ്ത് കുഞ്ഞിലെ വളർത്തണം. കുഞ്ഞിലെ ആരും ഇതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സൈസ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ അടുത്തൊന്ന് മുട കാണിച്ച് കുരയ്ക്കുകയോ ദേഷിച്ച് ചാടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വിടും. ഒരു 3 മാസം 4 മാസം 5 മാസം അല്ലെങ്കിൽ 8 മാസം വരെ അങ്ങ് വിടും. ഇവർ അതിനുശേഷം ഒരു അഡൾട്ടേജിലോട്ട് കടക്കുമ്പോൾ ഇവരുടെ ക്യാരക്ടർ പെട്ടെന്ന് മാറുകയും നമ്മളുടെ ആ ഒരു നോർമലായിട്ടുള്ള ടച്ചിങ്ങും കാര്യങ്ങളും ഒന്നും അനുവദിക്കാതെ വരികയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ അല്പം പോസിറ്റീവോ നെഗറ്റീവോ ഏത് മെത്തേഡിലായിക്കോട്ടെ ഇവരെ റെഡിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ദോഷം ഈ ഡോഗിന് തന്നെയാണ്. അവരുടെ ക്ലീനിങ് കൃത്യമായിട്ട് നടക്കാതെ വരും. ക്ലീനിങ് നടക്കാത്തത് കാരണം അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, സ്കിൻ ഡിസീസ് ഉണ്ടാവും, മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അവസ്ഥയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ഒരു പരിമിതിയുണ്ട് ഇവരെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയുള്ള ചില ഹോസ്പിറ്റലിലൊക്കെ സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു ദിവസം മരുന്ന് തന്നു കഴിഞ്ഞാൽ മരുന്ന് ഇട്ട് കൊടുക്കേണ്ട 3 നേരം ഓണർ തന്നെയാണ്. അപ്പോൾ ഓണറിനെ ടച്ച് ചെയ്യാനും ഇടാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡോഗ് അതിൻ്റെ അവസ്ഥ മോശമാകുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതെന്നല്ല ഏത് ഡോഗാണെന്നുണ്ടെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും ഡോഗ് നിങ്ങളുടെ അടുത്ത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എത്ര ചെറിയ ഡോഗായിക്കോട്ടെ വലിയ ഡോഗായിക്കോട്ടെ നിങ്ങളത് ചേഞ്ച് ചെയ്ത് മാറ്റുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു മെസ്സേജായിട്ട് എടുക്കുക.
പണിഷ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് ദേഷിക്കുന്ന ഒരു ഡോഗിനെ പിടിച്ച് അടിച്ചാൽ അത് റെഡിയാകും എന്ന് പറയുന്നത് വളരെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് എന്തുകൊണ്ട് അത് ദേഷ്യപ്പെടുന്നു എന്ന് നോക്കുക. അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു സമയത്ത് നമ്മളതിന് ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തു എന്നുള്ളതിൽ തെറ്റില്ല. പക്ഷേ മിക്കവാറും എല്ലാവരും ഈ പണിഷ് ചെയ്യുന്ന ടൈമിങ് റോങ് ആയിരിക്കും, പണിഷ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ടാർഗറ്റ് റോങ് ആയിരിക്കും, അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സ്റ്റേജൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കൊരു ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.